നമസ്കാരം, ഞാൻ ഡോക്ടർ സാഷ, കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ എമർജൻസി ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർഡിയാക് അറസ്റ്റ് അഥവാ ഹാർട്ട് പൊടുന്നനെ നിന്നുപോയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇതിലെ സ്റ്റെപ്സിന് ഒരുമിച്ച് നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് അഥവാ BLS എന്നാണ് വിളിക്കുന്നത്. ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കിവിടെ നിന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീൻ സേഫ്റ്റിയാണ്. അതായത് ആളെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റുക. അതിനുശേഷം ആൾക്ക് റെസ്പോൺസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഹലോ, റെസ്പോൺസ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ആൾക്ക് പൾസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. കഴുത്തിലെ പൾസാണ് നോക്കുന്നത്. അതേപോലെ ശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത്. പൾസ് ഇല്ല, ശ്വസിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആംബുലൻസിനെ അറിയിക്കുക, അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിനെ വിവരം അറിയിക്കുക. എന്നിട്ട് കാർഡിയക് കംപ്രഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. കാർഡിയക് കംപ്രഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് നിപ്പിൾസിനെയും ജോയിൻ ചെയ്യുന്ന ലൈനിൽ മിഡ് ലൈനിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. കൈ ഇങ്ങനെ വെക്കുക, നടുക്ക് വെച്ചിട്ട് കംപ്രഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 ഇതേപോലെ 30 കംപ്രഷൻസ് കൊടുക്കണം. 30 കംപ്രഷൻസ് കഴിഞ്ഞാൽ 2 വെന്റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വായ തുറന്ന് മാസ്ക് ഉണ്ടെങ്കിൽ മാസ്ക് വഴി, അല്ലെങ്കിൽ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് 2 പ്രാവശ്യം കൊടുക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും കംപ്രഷൻസ്. അങ്ങനെ 30:2 എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ 2 മിനിറ്റോളം കംപ്രഷൻസ് കൊടുക്കണം. ഈ 2 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും പൾസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പൾസ് ഇല്ല എന്നാണെങ്കിൽ ഇതേ കംപ്രഷൻസ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. എപ്പോഴാണോ നമുക്ക് ഹെൽപ്പ് കിട്ടുന്നത് അതുവരെ. അല്ലെങ്കിൽ രോഗിയുടെ പൾസ് തിരിച്ചെത്തുകയാണെങ്കിൽ നമുക്ക് കംപ്രഷൻസ് അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം.